ഹലോ, നമ്മളപ്പോൾ വിഴിഞ്ഞത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കുകയാണ്. അപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ കണ്ട് അങ്ങനെ ഒന്ന് കറങ്ങി നേരെ വിഴിഞ്ഞത്തേക്ക് എത്തിയിരിക്കുന്നു. വിഴിഞ്ഞത്തെത്തി നമ്മളൊന്ന് നമ്മൾ ഒരുപാട് പ്രാവശ്യം വിഴിഞ്ഞത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് എപ്പോഴും ഈ ഹമൂർ ട്രൈ ചെയ്യണമെന്നൊരു പ്രാവശ്യം മനസ്സിൽ തോന്നിയിട്ടുണ്ട്. നമ്മളത് ഹമൂർ ട്രൈ ചെയ്തിട്ടില്ല. നമ്മളവിടെ വന്ന് കൊഞ്ചും കണവയും ഇതൊക്കെയാണ് കഴിച്ചിട്ട് പോകണം. ഇപ്രാവശ്യം എന്തായാലും ഹമൂർ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫർസാനിൽ നമ്മൾ കയറി ഫുഡ് കഴിക്കാൻ വന്നവരെ മീൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കാണിച്ചു തന്നു. അതിൽ നമ്മൾ 1-2 ഐറ്റംസ് മീനൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ഹമൂറാണ് മെയിനായിട്ട്. ഹമൂറിനെ തിരങ്ങി വന്നതുകൊണ്ട് നമ്മൾ ഹമൂറിനെ തന്നെ സെലക്ട് ചെയ്തു. അവരതിനെ എടുത്ത് തൂക്കം വെച്ചു. 990 ഉണ്ടായിരുന്നു. 2 പേരേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അത്രേ എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു സുലൈമാനി കട്ടനും അടിച്ചിട്ട് നമ്മളവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ഹമൂർ ഗ്രിൽ ചെയ്ത് എത്താറായി. അതെത്തി കഴിഞ്ഞു. ഇതിനെ നമ്മൾ എടുത്ത് കഴിക്കാനുള്ളതില്ല. ആ നാരങ്ങ എടുത്ത് പുറമേ ഒന്ന് പിഴിഞ്ഞ് അതിനെ ഒന്ന് സോഫ്റ്റായിട്ട് എടുത്ത് കയ്യിലേക്ക് വെച്ച് ഇതാക്കിയിട്ട് നമ്മളൊന്ന് എടുത്ത് വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ച് തേടി വരുന്ന ഒരു ഫുഡ് എപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കില്ലേ. അങ്ങനെ ആ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഈ വിഴിഞ്ഞത്ത് വരുന്ന ഒരുപാട് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ടാവും. അല്ല, ഹമൂർ കഴിക്കുന്നുണ്ടാവും, വേറെ ഫിഷ് കഴിക്കുന്നുണ്ടാവും. പക്ഷേ നമുക്ക് ഈ ഹമൂർ കഴിക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ വന്ന് കഴിക്കുക. അപ്പോൾ ആ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് തന്നെ ആ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ആ ഹമൂർ കഴിച്ച് ഇതാ സത്യം പറഞ്ഞാൽ എൻ്റെ വായിലേക്ക് നോക്കിയാൽ എനിക്കറിയാം. ഞാൻ കണ്ണടച്ചാണ് കഴിക്കുന്നത്. എനിക്ക് ആ ടേസ്റ്റ് സത്യമായിട്ട് നന്നായിട്ട് ഫീൽ ചെയ്തു. ആ ടേസ്റ്റ് ഫീൽ ചെയ്ത് കഴിച്ചു. ഒരു ശകലം പോലും നമുക്ക് ബാക്കി വയ്ക്കാതെ നമ്മൾ കഴിച്ചു. പിന്നെ ഇപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പുട്ടും അപ്പവുമാണ് നമ്മൾ വാങ്ങിയത്. അത് രണ്ടും കൂടെ കഴിക്കുമ്പോൾ എന്താ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു പ്രത്യേകിച്ച് ഗ്രേവിയോ ഒന്നും വേണ്ട. അതിലൊരു ചല്ലാസുണ്ട്. ആ ചല്ലാസും ആ ഈ മീനിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റായിട്ടുള്ള ആ സംഭവമാകട്ടെ, ഇതിനൊക്കെ എടുത്ത് കഴിക്കാനൊരു പ്രത്യേക ഫീലിങ്സാണ് ഇതിന്. എന്താ പറയുക, ഇത്രയും കോസ്റ്റ്ലി ആണെങ്കിലും അത് ആ കണ്ണെടുത്ത് ചൂടുന്ന കണ്ണ് എനിക്ക് കിട്ടിയില്ല. അത് ആ മൊത്തമുള്ളതാണ് കഴിച്ചത്, എനിക്ക് കിട്ടിയില്ല. ഞാൻ പിന്നെ ഈ സൈഡിൽ എന്താ പറയുക, ആ ഗ്രേവി ഞാൻ സൈഡിലെടുത്ത് ഒഴിച്ചെങ്കിലും ഞാൻ അത് തൊട്ട് എടുത്തില്ല. ഞാൻ മൊത്തം മീൻ മാത്രമായിട്ടാണ് എടുത്ത് കഴിച്ചത്. അതാ ഇത്രയേ ഉള്ളൂ. ബാലൻസ് എല്ലാം കഴിഞ്ഞു, തീർന്നു. ചേട്ടൻ്റെ പോക്കറ്റിലെ കാശും തീർന്നു. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരയ്ക്കും. ബൈ ബൈ.